തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിനവേ ഒരു വലിയ വികസിതവും എന്നാൽ സകല ദുഷ്ടതയും നിറഞ്ഞ നഗരമായിരുന്നു. പക്ഷേ പശ്ചാത്താപം അതിനെ രക്ഷിച്ചു. സഭ ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ്. പശ്ചാത്താപമില്ലെങ്കിൽ അതിനതിൻ്റെ ദൗത്യം നഷ്ടപ്പെടും. ദൈവത്തിന്റെ വചനം ഇന്നും പട്ടണങ്ങളോടും സഭയോടും ചോദിക്കുന്നു, നിങ്ങൾ മാറുമോ? നിനവയുടെ ചരിത്രം ഇന്ന് നമുക്കൊരു പാഠവും നമുക്കൊരു മുന്നറിയിപ്പുമാണ്. നിനവേ നഗരവും ആധുനിക സമൂഹവും തമ്മിൽ വലിയൊരു അന്തരം കാണാൻ കഴിയുകയില്ല. ഈ പശ്ചാത്തലത്തിൽ നിനവേ നമുക്ക് നൽകുന്ന ചില പാഠങ്ങൾ പങ്കുവെക്കുന്നു. ഒന്ന്, ബാഹ്യ മഹത്വവും ആന്തരിക അഴിമതിയും. എക്സ്റ്റേണൽ ഗ്രേറ്റ്നസ് വേഴ്സസ് ഇന്നർ കറപ്ഷൻ. നിനവേ ഒരു വലിയ ശക്തമായ രാഷ്ട്രീയ സൈനിക നഗരമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ദുഷ്ടത കൊണ്ട് നിറഞ്ഞ പട്ടണമായിരുന്നു. നിനവേയുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. ആധുനിക സമൂഹം, ഇന്നത്തെ സഭകൾ പലപ്പോഴും വലിയ കെട്ടിടങ്ങൾ, സാങ്കേതിക സൗകര്യങ്ങൾ, സംഘടനാ ശക്തി എന്നിവയിൽ വളരുന്നു. എന്നാൽ ആന്തരിക ആത്മീയ ജീവിതം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. 1 ശമൂവേൽ 16:7 വായിക്കുന്നു, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് പറയുന്നുണ്ട്, ദി ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ ടു സൊസൈറ്റി ഈസ് ദി അൺഎക്സാമിൻഡ് ഇന്നർ ഷാഡോ. ആന്തരിക അന്ധകാരം അവഗണിക്കുന്ന സമൂഹം തകർച്ചയിലേക്ക് പോകും. ആധുനിക എഴുത്തുകാരനായ യുവാൽ നോഹ് ഹരാരി ഇപ്രകാരം അഭിപ്രായപ്പെടുന്നു, ടെക്നോളജിക്കൽ പ്രോഗ്രസ് വിത്തൗട്ട് മോറൽ വിസ്ഡം ഈസ് സെൽഫ് ഡിസ്ട്രക്ഷൻ. മുന്നേറ്റം ആത്മീയതയില്ലാതെ വന്നാൽ അത് നാശത്തിലേക്ക് നയിക്കും. നമുക്കൊരാത്മ പരിശോധന ആവശ്യമാണ്. സഭ വലിയതാണോ അതോ വിശുദ്ധമാണോ? രണ്ടാമതായി, പശ്ചാത്താപവും നിസ്സംഗതയും. റിപ്പൻഡൻസ് വേഴ്സസ് ഇൻഡിഫറൻസ്. നിനവേ പട്ടണത്തിൽ ഒരു പ്രവാചകൻ യോന വന്നു. അവന്റെ വാക്കുകൾ അവർ കേട്ടപ്പോൾ രാജാവിൽ നിന്ന് സാധാരണ മനുഷ്യൻ വരെ ഉപവസിച്ചു, പശ്ചാത്തപിച്ചു. അവർ അവരെ തിരുത്തി. യോനയുടെ പുസ്തകം 3:10. ദൈവം അവരുടെ പ്രവർത്തികളെ കണ്ടു, അവർ ദുഷ്ടമാർഗം വിട്ടുതിരിഞ്ഞു. ആധുനിക ക്രിസ്തീയ സമൂഹം, ഇന്നത്തെ സഭയിൽ പ്രവാചക ശബ്ദങ്ങൾ മൗനപ്പെടുത്തപ്പെടുന്നു. സാമൂഹിക നീതിക്കെതിരെ സഭ പലപ്പോഴും രാഷ്ട്രീയ സൗകര്യത്തിനൊപ്പം നിൽക്കുന്നു. പാപത്തെ നാം അഡ്ജസ്റ്റ് ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 15-ാം വാക്യം, സത്യം കാണാതെയായി ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായക നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു. മനഃശാസ്ത്രജ്ഞനായ എറിക് ഫ്രോം ഇപ്രകാരം പറയുന്നുണ്ട്, പീപ്പിൾ എസ്കേപ്പ് ഫ്രീഡം ബൈ കൺഫോമിങ്. സത്യം സ്വീകരിക്കുന്നതിനേക്കാൾ സൗകര്യത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു മനോഭാവം. ആധുനിക ചിന്തകനായ ഡിട്രിച്ച് ബോൺഹോഫർ പറയുന്നു, സൈലൻസ് ഇൻ ദി ഫേസ് ഓഫ് ഈവിൾ ഈസ് ഇറ്റ്സെൽഫ് ഈവിൾ. നീതിയോടുള്ള മൗനം ആത്മീയ പരാജയമാണ്. നമ്മുടെ ആത്മപരിശോധന, നാം യോനയെ കേൾക്കുന്ന നിനവെയാണോ അവനെ തള്ളുന്ന സമൂഹമാണോ? മൂന്നാമതായി, പശ്ചാത്താപവും പുതുക്കലും. റിപ്പൻഡൻസ് ലീഡ്സ് ടു റിന്യൂവൽ. പശ്ചാത്താപമില്ലെങ്കിൽ അനിവാര്യമായ നാശത്തിലേക്ക് മനുഷ്യൻ വീണുപോകും. പശ്ചാത്താപം നിനവയെ വിധിയിൽ നിന്ന് രക്ഷിച്ചു. ദൈവത്തിന്റെ കരുണ പട്ടണത്തെ മാറ്റി. യോവേൽ പ്രവാചകൻ 2:13 വായിക്കുന്നു, ദൈവം കരുണയുള്ളവനും ക്ഷമാശീലനുമാകുന്നു. ആധുനിക കൂട്ടായ്മയും സഭയും, സഭയുടെ യഥാർത്ഥ പുതുക്കൽ പുതിയ പ്രോഗ്രാമുകളിലല്ല, പുതിയ നേതാക്കളിലല്ല, സത്യസന്ധമായ പശ്ചാത്താപത്തിലാണ്. എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ട എൻ്റെ ജനങ്ങൾ, അവർ മനംതിരിഞ്ഞാൽ ഞാൻ അവരുടെ ദേശം സുഖപ്പെടുത്തുമെന്ന് 2 ദിനവൃത്താന്തം 7:14 നാം വായിക്കുന്നുണ്ട്. വിക്ടർ ഫ്രാങ്കിൾ എന്ന മനഃശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറയുന്നുണ്ട്, when we are no longer able to change a situation, we are challenged to change ourselves. ഒരു സാഹചര്യം മാറ്റാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ സ്വയം മാറാൻ നമ്മൾ വെല്ലുവിളിക്കപ്പെടുന്നു.
പരിസ്ഥിതി മാറുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവ് മാറണം. ആധുനിക എഴുത്തുകാരൻ NT റൈറ്റ് അഭിപ്രായപ്പെടുന്നു, റിപ്പൻറ്റൻസ് ഈസ് നോട്ട് ഫീലിംഗ് ബാഡ് ബട്ട് തിങ്കിങ് ഡിഫറൻ്റ്ലി ആൻഡ് ലിവിങ് ഡിഫറൻ്റ്ലി. നിനവേ ഒരു ബഹുജന നഗരമായിരുന്നു, പക്ഷേ പശ്ചാത്താപം അതിനെ രക്ഷിച്ചു. സഭ ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ്. പശ്ചാത്താപമില്ലെങ്കിൽ നമുക്ക് ദിശാബോധം നഷ്ടപ്പെടും. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 4:17, പശ്ചാത്തപിക്കുവീൻ, സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു. ഇന്നത്തെ സഭ നിനവെയാകുമോ, അല്ലെങ്കിൽ മുന്നറിയിപ്പ് അവഗണിക്കുന്ന സമൂഹമാകുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.